ഹലോ. ഇന്ന് ഒരു ഞായറാഴ്ചയാണ്. രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് അരിയൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉണക്കക്കപ്പ വെള്ളത്തിലിട്ടതാണ്. ഇന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും ബീഫാണല്ലോ, ഒരു ചേഞ്ചൊക്കെ വേണ്ടേ. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അരി തിളച്ച് നമ്മൾ തെർമൽ കുക്കറിലേക്ക് ഇറക്കി അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി തോരൻ വെക്കാനായിട്ട് ഒരു പാവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഒരു പ്രഷർ കുക്കർ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ ചൂടായി കഴിഞ്ഞു. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയൊക്കെ ഇപ്പോൾ അളന്നാണ് ഒഴിക്കുന്നത്. നേരത്തെയൊക്കെ എടുത്തങ്ങ് മറിക്കുകയായിരുന്നു. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. സവാള, പച്ചമുളക് ഒക്കെ അതിൽ ഉണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചിക്കൻ പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ അടപ്പ് കൊണ്ട് തന്നെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ പൊടികളും ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. മല്ലിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ ചിക്കൻ കറിക്ക് മല്ലിപ്പൊടി ചേർക്കാറില്ല. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, ഗരം മസാലപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ചിക്കൻ കഷ്ണങ്ങളങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ചിക്കൻ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്യാനായിട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ബീഫ് കഴിച്ച് എല്ലാ ദിവസവും അല്ല, എല്ലാ സൺഡേയിലും ബീഫ് കഴിച്ച് മടുത്തു. അങ്ങനെയാണ് ഇന്ന് ചിക്കൻ ആക്കാമെന്ന് വിചാരിച്ചത്. കുറച്ച് തക്കാളി അരച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി അരച്ചത് ചിക്കൻ കഷ്ണങ്ങൾ ചേർക്കുന്നതിന് മുമ്പായിരുന്നു ചേർക്കേണ്ടത്. ഞാൻ മറന്നുപോയി, അതിവിടെ മാറി ഇരിക്കുകയായിരുന്നു. ഇത്രയും കഷ്ണങ്ങൾ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പാവയ്ക്കാത്തോരൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇന്ന് മോരുകറി ഇരിപ്പുണ്ട് ഇന്നലത്തെ. അപ്പോൾ ഇന്ന് പാവയ്ക്കാത്തോരനും ചിക്കൻ കറിയും ഇപ്പോൾ കൂട്ടിയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നത്. ഇടയ്ക്ക് തോരനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല കയ്പുള്ള പാവയ്ക്കയായിരുന്നു. ഇന്നതുകൊണ്ട് കുറച്ചധികം ഉള്ളി തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്, ഇച്ചിരി കയ്പ് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാവയ്ക്ക ഇളക്കി ഒന്നുകൂടി അങ്ങ് അടച്ച് വെക്കുകയാണ്. ഇനി നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ വറുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, തൈര്, ഉപ്പുപൊടി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്ന് ഇട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. രണ്ട് കാല് കൂടാതെ കുറച്ച് ചെറിയ കഷ്ണങ്ങൾ കൂടി ഞാൻ വറുക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അത് റോസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് വെക്കുകയാണ്. നമ്മുടെ പാവയ്ക്കാത്തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൂടി നമ്മൾ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ പാവയ്ക്കാത്തോരൻ റെഡിയായി. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ പെറുക്കി വെച്ച് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ വെച്ച് കൊടുത്തതിന് ശേഷം അടച്ചാണ് വേവിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ഒരു കുക്കറിൽ കപ്പ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു വിസിലടിക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കനൊക്കെ ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ട് മുരിഞ്ഞിട്ടേ ഉള്ളൂ. എങ്കിലും നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ചിക്കൻ കഷ്ണങ്ങളുമായിട്ടൊക്കെ ഒരു മൽപ്പിടുത്തം തന്നെ നടത്തുകയാണ്. മറിച്ചിട്ടിട്ടും മറിഞ്ഞങ്ങോട്ട് വീഴുന്നില്ല. അങ്ങനെ മറിച്ചിട്ട് ഒന്നുകൂടി അടച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. കപ്പയും നമ്മൾ അരപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കപ്പ കൂടി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.